പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ. ദൈവകരുണയുടെ ഈ തിരുനാളിൽ ദൈവത്തിൻ്റെ കാരുണ്യം മനുഷ്യന് നേരെ ഏറ്റവും ശക്തമായി പ്രകടമാകുന്നത് ദിവ്യകാരുണ്യത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദിവ്യകാരുണ്യം. മനുഷ്യനോടൊപ്പം യുഗാന്ത്യം വരെ ജീവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരുണ്യമായി തീർന്ന ആ ദൈവത്തിൻ്റെ കരുണയെ സ്നേഹപൂർവം നമുക്ക് ഓർക്കുകയും ധ്യാനിക്കുകയും ഉൾച്ചേർക്കുകയും ചെയ്യാം. അപ്രകാരം ദൈവത്തിൻ്റെ കരുണയായ ഈ ദിവ്യകാരുണ്യനാഥനെ, ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ അവിടുത്തെ സന്നിധിയിൽ നമുക്ക് ഒന്നു ചേർന്ന് ഒരേ മനസ്സോടെ നമ്മുടെ കരങ്ങൾ കൂപ്പിക്കൊണ്ട് അവിടുത്തേക്കൊന്ന് ആരാധന പാടി അവിടുത്തെ ആരാധിക്കാം. സ്നേഹപൂർവ്വം ആരാധിക്കാം, വിശ്വാസത്തോടെ ആരാധിക്കാം, പ്രത്യാശയോടെ ആരാധിക്കാം. നാം ഇപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ ആയിരിക്കുന്ന ഈ ദൃശ്യമാധ്യമത്തിന് മുൻപിൽ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് കുടുംബമായി സ്നേഹപൂർവ്വം അവിടുത്തെ ആരാധിച്ചുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആരാധന 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 ഈശോ ആരാധന 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 ഈശോ ആരാധന. ഒന്ന് ചേർന്നൊന്ന് പാടാം. ആരാധന 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 ഈശോ ആരാധന. കരങ്ങൾ രണ്ടും ഉയർത്തി സ്നേഹപൂർവ്വം ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ. സ്വർഗീയ ദൂതരോട് ചേർന്ന് ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ. കരങ്ങൾ വീശി ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ. വീണ്ടും ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ. വലിയ സ്വരത്തിൽ ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ 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 ആമേൻ ഹല്ലേലൂയാ. രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് അവിടുത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ 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 ഈശോയെ ആരാധന. ഓ ദിവ്യകാരുണ്യമേ, ദൈവത്തിന്റെ കരുണയെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ലോകത്തിന്റെ എല്ലാ കോണുകളിലും നിന്ന് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. ദൈവത്തിന്റെ കരുണയായ അങ്ങയുടെ തിരുമുൻപാകെ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളെ കരുണയോടെ കാണണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ കൃപാവരങ്ങളാൽ നിറയ്ക്കണമേ. അങ്ങയുടെ അനന്തമായ കരുണകൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ. അങ്ങയുടെ അനന്തമായ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ.
അഭിഷേകം ചെയ്ത് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ചൈതന്യം ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മളുടെ ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന, 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 ആരാധന. ചേർന്ന് ആരാധന, 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 ആരാധന. വലിയ സ്വരത്തിൽ ആരാധന, 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 ആരാധന. ദൈവപിതാവിന് ആരാധന, 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 ആരാധന. പുത്രനായ ഈശോയ്ക്ക് ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവിന് ആരാധന, 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 ആരാധന. മാലാഖമാരോട് ചേർന്ന് ആരാധന, 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 ആരാധന. സ്വർഗത്തോട് ചേർന്ന് സ്വർഗത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ ദൈവമേ. ചേർന്ന് പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ ദൈവമേ. ദൈവത്തിന്റെ പരിശുദ്ധിയെ പാടിപ്പുകഴ്ത്തിക്കൊണ്ട് പാടാം. പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ ദൈവമേ. പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ ദൈവമേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ, പരിശുദ്ധൻ നീ ദൈവമേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ട മിശിഹാ തമ്പുരാനെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എല്ലാവരും ചേർന്ന് പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ.
പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയുടെ മുൻപിൽ, ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ എൻ്റെ എല്ലാമാണ്, നീ എൻ്റെ ജീവൻ്റെ ജീവനാണ്, നീ എൻ്റെ അനുഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്താൽ നൽകപ്പെട്ട നിധിയാണ് നീ. എൻ്റെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്താൽ എനിക്ക് നൽകപ്പെട്ട നിധിയാണ് നീ. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയുടെ കരുണയെക്കുറിച്ച് ഞങ്ങൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാരുണ്യത്തിൻ്റെ, ദൈവകാരുണ്യത്തിൻ്റെ ഈ തിരുമണിക്കൂറിൽ ഞങ്ങളെ പരിപൂർണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോനാഥ, അവിടുന്ന് ഞങ്ങളെ ഏറ്റെടുക്കണമേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ദിവ്യകാരുണ്യമായി ഇന്നും ഞങ്ങളുടെ മധ്യത്തിലും ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ സമൂഹങ്ങളിലും അവിടുന്ന് ജീവിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഈശോനാഥ, ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങേ തിരുമുൻപിൽ ഞങ്ങളുടെ വിശ്വാസം ഏറ്റുപറയുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയെ സ്വീകരിക്കുവാൻ അവനിൽ വിശ്വസിക്കണം, അവനെ സ്നേഹിക്കണം, അവന് വേണ്ടി ആഗ്രഹിക്കണം. അവനെ വിശ്വസിക്കണം, അവനിൽ വിശ്വസിക്കണം, അവനെ സ്നേഹിക്കണം, അവന് വേണ്ടി ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതങ്ങളെ തമ്പുരാൻ്റെ തിരുമുമ്പിലേക്ക് ചേർത്ത് വെച്ച് അവനിൽ വിശ്വാസമർപ്പിച്ച് അവനെ സ്നേഹിച്ച് അവനെ ആഗ്രഹിച്ച് നമുക്ക് അവനോട് കൂടെ ആയിരിക്കാം. ദിവ്യ കാരുണ്യനാഥനോട് കൂടെ ആയിരിക്കാം. അവിടുത്തെ സ്നേഹവും ചൈതന്യവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് അവിടുത്തോട് കൂടെ ആയിരിക്കാം, അവിടുത്തോട് കൂടെ ആയിരിക്കാം. ഈശോനാഥ, അങ്ങിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അച്ഛനിവിടെ നിന്ന് എന്ത് പ്രാർത്ഥിച്ചാലും മറുപടിയായി അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നുവെന്ന് മറുപടിയായി പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഈശോയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അച്ഛൻ എന്ത് പ്രാർത്ഥിച്ചാലും മറുപടിയായി നാം ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടതാണ് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവപിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു, പുത്രനായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് പിതാവായ ദൈവമയച്ച ഏകപുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് മനുഷ്യനായി പിറന്നുവന്ന ഞാൻ വിശ്വസിക്കുന്നു, ഈ ലോകത്തിൽ മനുഷ്യരായ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു കുടുംബത്തിൽ ജീവിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സമൂഹത്തിൽ ജീവിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് എനിക്ക് വേണ്ടി പരസ്യമായി ദൈവിക ശുശ്രൂഷകൾ നടത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് അരുളി ചെയ്ത വചനങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികളിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളിലും ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് ഉരുവിട്ട ഓരോ വാക്കിലും ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ പീഡാനുഭവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ കുരിശുമരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ സംസ്കാരത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, മൂന്നാം ദിവസം അവിടുന്ന് മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, 40-ാം നാൾ സ്വർഗാരോഹണം ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് പിതാവിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്കായി അയച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് ഞങ്ങളോടൊപ്പം യുഗാന്ത്യം വരെ ആയിരിക്കുവാൻ ദിവ്യകാരുണ്യം സ്ഥാപിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾക്ക് തുണയും സഹായവുമായി
പരിശുദ്ധ ദൈവമാതാവിനെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് പരിപാലിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മേൽ സകല കൃപാവരങ്ങളും അവിടുന്ന് ചൊരിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളോട് അനന്തമായ കാരുണ്യം അവിടുന്ന് കാണിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മാനസാന്തരം അവിടുന്ന് ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ അവിടുന്ന് മോചിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമുറിവുകളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുമുറിവുകളുടെ അഭിഷേകം ഞങ്ങൾക്ക് നൽകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളിലേക്ക് വിശുദ്ധിയുടെ ചൈതന്യം അവിടുന്ന് പകരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സകല ബന്ധനങ്ങളിൽ നിന്നും അവിടുന്ന് വിടുതൽ നൽകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സകല ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് പരിപൂർണമായും വിശുദ്ധീകരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ എന്നും വഴി നടത്തുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവിക പദ്ധതികൾ ഞങ്ങളിലേക്ക് അവിടുന്ന് ചൊരിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 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 ദിവ്യകാരുണ്യ സന്നിധിയിൽ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് എൻ്റെ ദൈവത്തിൽ, ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റവും പ്രത്യേകമായി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം പരിപൂർണമായും ഏറ്റുപറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എനിക്ക് ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുവാൻ എന്നെ യോഗ്യനാക്കുമെന്ന്, അവിടുത്തെ സ്നേഹിക്കുവാനുള്ളൊരു പ്രചോദനം എനിക്ക് നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് ചേർന്ന് ഒരേ മനസ്സോടെ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ നമുക്കൊന്ന് സ്തുതിച്ചാരാധിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവായ ഈശോയെ ആരാധിക്കുന്നു, കർത്താവായ ഈശോയെ മഹത്വപ്പെടുത്തുന്നു, കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, കർത്താവായ ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, കർത്താവായ ഈശോയെ ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോനാഥ, ഈ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുന്നവനാണ് അവിടുന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സകല പകർച്ചവ്യാധികളെയും ബന്ധിക്കുന്നവനാണ് അവിടുന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സംരക്ഷിക്കുന്നവനാണ് അവിടുന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് അവിടുന്ന് ചൊരിയുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നുവെന്നും ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നുവെന്നും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോനാഥ, അങ്ങയുടെ സ്നേഹത്തിന്റെ കതിരുകൾ അവിടുന്ന് ഞങ്ങളിലേക്ക് ചൊരിയുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മ ചൈതന്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോനാഥ, അങ്ങ് ഞങ്ങളുടെ മേൽ കരുണ കാണിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യത്തിന്റെ ഈ തിരുനാളിൽ അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ പരിപാലിക്കണമേ. ഈശോയെ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഈശോയെ, എമ്മാനുവേലായി ഞങ്ങളിൽ വസിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അവിടുന്ന് എൻ്റെ സർവ്വവുമായി അവിടുന്ന് ഞങ്ങളിൽ വസിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, 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 ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോ എൻ്റെ സർവ്വസ്വമാണെന്ന ബോധ്യത്തോടെ അവിടുത്തെ വലിയ സ്നേഹം അനുഭവിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്കൊന്ന് ഒരേ നിമിഷം സ്നേഹത്തോടെ തമ്പുരാൻ്റെ തിരുമുമ്പാകെ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുന്ന് എൻ്റെ സർവ്വവുമാണെന്ന് ഏറ്റുപറഞ്ഞ് അവിടുന്നിലുള്ള സകല വിശ്വാസവും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നീ എൻ്റെ സർവ്വവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വവും, എല്ലാറ്റിലും നിൻ ജീവനൻ തന്നതിനാ നീ എൻ്റെ സർവ്വവും,
കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോ എൻ്റെ സർവവുമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു ചിന്തകൾ നമ്മുടെ ഉള്ളിലുണ്ടാകാതെ സകല പല വിചാരങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഞാനും എൻ്റെ ഈശോയും എന്ന ബോധ്യത്തോടെ തമ്പുരാൻ്റെ സന്നിധിയിലായിരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും, എല്ലാറ്റിലും നിൻ ജീവനൻ പേർക്കായി തന്നതിനാ നീ എൻ്റെ സർവവും, എല്ലാറ്റിലും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശുക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശുക്രിസ്തു മാധുര്യവാ, രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശുക്രിസ്തു മാധുര്യവാ. ഈശോയേ, അങ്ങെനിക്കെല്ലാറ്റിലും വലിയവനാണ്, അങ്ങെല്ലാറ്റിലും വലിയവനാണ്, അങ്ങൻ്റെ സർവവുമാണ്, അങ്ങൻ്റെ ജീവൻ്റെ ജീവനാണ്, അങ്ങൻ്റെ നാഥൻ്റെ നാഥനാണ്, അങ്ങൻ്റെ അഭിഷേകമാണ്, അങ്ങൻ്റെ കൃപയാണ്. ഈ കരുണയുടെ തിരുനാൾ ദിനത്തിൽ അങ്ങയുടെ കാരുണ്യം അവിടുന്ന് എന്നിൽ ചൊരിയുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഒരേ മനസ്സോടെ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ അവിടുത്തെ ആ സ്നേഹത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ സ്തുതിക്കാം ശാന്തമായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. നന്ദി, നന്ദി, നന്ദി. ഓ കർത്താവേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നവനെ, ഞങ്ങളുടെ മേൽ കൃപാവരങ്ങൾ ചൊരിയുന്നവനെ, അഭിഷേകം ചെയ്യുന്നവനെ, ഓ കർത്താവായ ഈശോയെ, കരുണ തുളുമ്പുന്ന ഈ അൾത്താരയിൽ നിന്നും അവിടുന്ന് ഇറങ്ങി വരണമേ. കർത്താവേ, ഞങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരണമേ. ഓ കർത്താവേ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക്, ഈ ദേവാലയത്തിലെ ബലിവേദിയിൽ നിന്നും അവിടുന്ന് ഇറങ്ങി വന്ന് വസിക്കണമേ. ഈശോയെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എന്തെന്നാൽ അവിടുന്ന് എൻ്റെ സർവസ്വമാണ്, അവിടുന്ന് എൻ്റെ ജീവന്റെ ജീവനാണ്, അവിടുന്ന് എൻ്റെ അഭിഷേകമാണ്, അവിടുന്ന് എൻ്റെ അനുഗ്രഹമാണ്, അവിടുന്ന് എന്നെ വിശുദ്ധീകരിക്കുന്നവനാണ്, അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുന്നവനാണ്, അവിടുന്ന് എന്നെ സ്പർശിക്കുന്നവനാണ്. അവിടുന്ന് വലിയ കൃപകളും അനന്തമായ നന്മകളും ഞങ്ങളിലേക്ക് ചൊരിയുന്നവനാണ്. ഞങ്ങളെ വിശുദ്ധീകരിച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നവനാണ്. ഈശോനാഥ, അവിടുന്ന് ഇറങ്ങി വരണമേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ. ഈ അരുളിക്കയിൽ നിന്നും ഇറങ്ങി എന്റെ അരികിലേക്ക് അവിടുന്ന് വരണമേ, എന്നെ തൊടണമേ, ഈ നിമിഷം സ്പർശിക്കണമേ. ഈശോയെ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, 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 ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഈ തിരുവൾത്താരയിൽ നിന്നും ഇറങ്ങി എൻ്റെ അരികിൽ, ഞാനിപ്പോൾ ആയിരിക്കുന്ന എൻ്റെ ഭവനത്തിൽ, എൻ്റെ വീട്ടിൽ,
അവിടുന്ന് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. ഈശോയെ, ഈ അരുളിക്കയിൽ നിന്നും ഇറങ്ങി അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരണമേ. ഓ ഈശോയെ, ഈ അരുളിക്കയിൽ നിന്നും ഇറങ്ങി അവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് കടന്നു വരണമേ. എൻ്റെ ഭവനത്തിൽ അവിടുന്ന് നിറയണമേ. എന്നെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. എന്നെ അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഓ ഈശോയെ, കൃപയായി നിറയണമേ. ഈശോയെ, സ്നേഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. നമുക്കൊന്ന് ഏറ്റുപാടി പ്രാർത്ഥിക്കാം എല്ലാവരും. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. ഒന്ന് ചേർന്ന്. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീട്ടിൽ ശാന്തിയുണ്ടായിടുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിൻ ബന്ധനം മാറിയിടുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. ഒന്ന് ചേർന്ന്. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിൻ അശുദ്ധികൾ മാറിയിടുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിൻ ശാപങ്ങൾ മാറിയിടുവാൻ. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. ഒന്ന് ചേർന്ന്. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. വീണ്ടും. കർത്താവേ, അങ്ങന്റെ വീട്ടിൽ വരണം, എൻ വീടിനാനന്ദമുണ്ടാകുവാൻ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. തമ്പുരാന്റെ തിരുമുൻപാകെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ തിരുമുൻപാകെ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഏറ്റവും സ്നേഹത്തോടെ അവിടുത്തെ കാരുണ്യത്തെ ഓർത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ അനന്തമാണ്. 136 സങ്കീർത്തനം നമ്മളൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പറഞ്ഞു തരുന്ന പ്രതിവചന സങ്കീർത്തന വചനങ്ങൾ ഭാഗങ്ങൾ ഒരേ മനസ്സോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ തിരുമുമ്പാകെ പ്രതിവചനമായി കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് പ്രാർത്ഥിക്കാം. ദൈവകരുണയുടെ ഈ തിരുനാൾ ദിനത്തിൽ, ദൈവകരുണയുടെ ഈ തിരുമണിക്കൂറിൽ നമ്മുടെ ജീവിതങ്ങളെ പരിപൂർണമായും, നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, അവിടുത്തേക്ക് ഞാൻ നന്ദി പറയുന്നു, അവിടുന്ന് നല്ലവനാണ്, അങ്ങയുടെ കാരുണ്യം അനന്തമാണ് എന്ന് പ്രകീർത്തിക്കുന്ന
136 സങ്കീർത്തനം സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിവചനമായി നമ്മൾ എല്ലാവരും ഉരുവിടേണ്ടത് 1-ാമത്തെ തിരുവചനമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്നേഹപൂർവ്വം കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വരാൻ മാത്രം കാരുണ്യം കാണിച്ച എൻ്റെ രക്ഷ ഇത്രമാത്രം കാത്തിരിക്കുന്ന നല്ല തമ്പുരാൻ്റെ വലിയ കാരുണ്യത്തെ ഓർത്ത് സ്മരിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ചേർന്ന് പ്രതിവചനമായി പ്രാർത്ഥിക്കാം. കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നാഥന്മാരുടെ നാഥന് നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഒരിക്കൽ കൂടെ, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്നവൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജ്ഞാനം കൊണ്ട് അവിടുന്ന് ആകാശത്തെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. എല്ലാവരും ചേർന്ന് കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് സമുദ്രത്തിനുമേൽ ഭൂമിയെ വിരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് മഹാദീപങ്ങളെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പകലിനെ ഭരിക്കാൻ അവിടുന്ന് സൂര്യനെ സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വരമുയർത്തി കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രാത്രിയെ ഭരിക്കാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഈജിപ്തിലെ ആദ്യജാതരെ അവിടുന്ന് സംഹരിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വരമുയർത്തി കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കരുത്തുറ്റ കരത്താലും നീട്ടിയ ഭുജത്താലും അവിടുന്ന് അവരെ മോചിപ്പിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അതിൻ്റെ നടുവിലൂടെ അവിടുന്ന് ഇസ്രായേലിനെ നടത്തി, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഒന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. വലിയ സ്വരത്തിൽ കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം
അനന്തമാണ്. ഫറവോയെയും അവന്റെ സൈന്യത്തെയും അവിടുന്ന് ചെങ്കടലിലാഴ്ത്തി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. തൻ്റെ ജനത്തെ അവിടുന്ന് മരുഭൂമിയിലൂടെ നയിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. മഹാരാജാക്കന്മാരെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഒന്ന് ചേർന്ന് സ്വരമുയർത്തി കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കീർത്തിയുറ്റ രാജാക്കന്മാരെ അവിടുന്ന് നിഗ്രഹിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അമോര്യ രാജാവായ സീഹോനെ അവിടുന്ന് വധിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ബാഷാൻ രാജാവായ ഓഗിനെ അവിടുന്ന് സംഹരിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വരമുയർത്തി കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഒന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വരമുയർത്തി കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. സ്വർഗസ്ഥനായ ദൈവത്തിനു നന്ദി പറയുവിൻ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഒന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. വലിയ സ്വരത്തിൽ കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ദൈവത്തിന്റെ കരുണയെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞ് കർത്താവിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് കടന്നു വരികയും ചെയ്ത പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയെ സ്നേഹപൂർവം ഓർത്തുകൊണ്ട് നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകവും കൃപയും നന്മയും അനുഗ്രഹവും ചൊരിയുന്ന നല്ല ദൈവത്തെ സ്നേഹപൂർവം ഓർത്തുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ വലിയ അഭിഷേകത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച് നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്നേഹപൂർവം തമ്പുരാൻ്റെ സകല കൃപാവരങ്ങളെയും ഓർത്തുകൊണ്ട് നമുക്ക് ഏറ്റവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകവും വലിയ കൃപയും വലിയ നന്മയും അനുഗ്രഹവും നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ഈശോയെ അവിടുന്ന് ചൊരിയണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ വാഴ്ത്തിപ്പാടി, ദൈവത്തിൻ്റെ കരുണയെ ഓർത്തുകൊണ്ട് നമ്മൾ സങ്കീർത്തകനോട് ചേർന്ന് അവിടുത്തെ സ്തുതിച്ചു. അവിടുത്തേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവിടുത്തെ വലിയ കരുണ നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വ്യാപരിക്കുവാൻ ആഗ്രഹിച്ച് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കെല്ലാവർക്കും ഈ നിമിഷം ഒന്ന് ചേർന്ന് സ്നേഹത്തോടെ പരിഹാരഭാവത്തോടുകൂടെ കരുണയുടെ ജപമാല ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാം. കരുണയുടെ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ മേൽ നിറയട്ടെ. നമ്മളെവിടെയായിരുന്നെങ്കിലും ഈ കരുണയുടെ ജപമാലയുടെ സമയത്ത് നമുക്ക് ത്യാഗത്തോടെ പരിത്യാഗത്തോടെ പരിഹാരഭാവത്തോടെ മുട്ടിന്മേൽ നിന്നുകൊണ്ട് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിൽ എല്ലാ മുട്ടുമടങ്ങുന്ന ദൈവത്തിൻ്റെ പുത്രൻ്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് വലിയ സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ഒരേ മനസ്സോടെ ഈ കരുണയുടെ ജപമാലയിൽ നമുക്ക് പങ്കുചേരാം. നമ്മുടെ കരങ്ങളിൽ ജപമാല എടുത്ത് പിടിച്ചുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീനയിലൂടെ ഈശോ നൽകിയ കാരുണ്യത്തിൻ്റെ ദൈവകാരുണ്യത്തിൻ്റെ വെളിപ്പെടുത്തലുകളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് ഇന്ന് ലോകത്തിൻ്റെ മേൽ പടർന്നു പിടിച്ചിരിക്കുന്ന വലിയ മഹാമാരിയിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്നുള്ള നിയോഗത്തോടെ കർത്താവേ, അങ്ങയുടെ പദ്ധതികൾ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും നിറവേറപ്പെടട്ടെ. അങ്ങയുടെ കാരുണ്യത്തെ സ്വീകരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ലോകം മുഴുവനെയും അവിടുന്ന് ഒരുക്കണമേ എന്ന അപേക്ഷയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രത്യാശയോടെ കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരേ മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. തമ്പുരാന്റെ തിരുമുമ്പാകെ ലോകം മുഴുവനെയും സമർപ്പിച്ച് കരുണയുടെ ജപമാലയിൽ ഏറ്റവും സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും
കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് രണ്ടാമത്തെ ദിവ്യരഹസ്യത്തിൽ സാധിക്കുന്നവരൊക്കെ ഒറ്റമുട്ടിന്മേൽ നിന്നുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാം. ഒരു മുട്ട് മാത്രം കുത്തി മറ്റേ മുട്ട് നിവർത്തി വെച്ച് സ്നേഹപൂർവ്വം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം മുഴുവൻ ഒരു മുട്ടിലേക്ക് നൽകിക്കൊണ്ട് ഈശോ അനുഭവിച്ച പീഡാനുഭവങ്ങളെ ഓർത്ത് സ്നേഹപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ വ്യാപരിക്കുവാൻ ആഗ്രഹിച്ച് സ്നേഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും
പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഏറ്റവും സ്നേഹത്തോടെ തമ്പുരാന്റെ തിരുമുമ്പാകെ മുട്ടിന്മേലായിരുന്ന് നമുക്ക് ഈ കരുണയുടെ ജപമാല തുടരാം. മൂന്നാമത്തെ ദിവ്യരഹസ്യത്തിൽ അല്പം പരിത്യാഗത്തോടെ നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും ഈശോയുടെ തിരുമുൻപിലേക്ക് സ്നേഹത്തോടെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പരിഹാരഭാവത്തോടുകൂടെ നമുക്ക് ലോകത്തിൻ്റെ മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണയുണ്ടാകുവാൻ, ഈ ലോകത്തിൻ്റെ മേലുള്ള സകല തിന്മകളും നീക്കിക്കളയുന്ന രീതിയിൽ വലിയ വിടുതലും മാനസാന്തരവും കൃപകളുടെ നിറവും ലോകം മുഴുവനിലും നിറയുന്നതിനായിട്ട് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പം പരിഹാര ബുദ്ധിയോടെ മുട്ടിന്മേൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾ നിലത്ത് സ്പർശിക്കാതെ അവ അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും
ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. തമ്പുരാന്റെ തിരുമുമ്പാകെ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ നാലാമത്തെ ഈ ദിവരഹസ്യത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ്റെ മേലും അവിടുന്ന് ചൊരിയുന്ന കരുണയാൽ എളിമയുള്ള മനസ്സുകൾ ധാരാളം ഉണ്ടാകുവാൻ, അഹങ്കാരത്തിൻ്റെ ബാബേൽ ഗോപുരങ്ങളെല്ലാം നിലം പൊത്തി വീഴുവാൻ, എളിമയുടെ കൂട്ടായ്മകളും വ്യക്തിത്വങ്ങളും ജീവിതങ്ങളുമൊക്കെ രൂപപ്പെടുവാൻ, അങ്ങനെ ദൈവത്തിൻ്റെ കരുണയുടെ ശക്തമായ പ്രകടനം ഈ ലോകം മുഴുവനും വ്യാപരിക്കുവാൻ ആഗ്രഹിച്ച് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസത്തിൽ നമുക്കെല്ലാവർക്കും പരിഹാരബോധത്തോടുകൂടെ സാധിക്കുന്നവരൊക്കെ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഏറ്റവും സ്നേഹത്തോടെ ഒന്ന് ചേർന്ന് നമുക്ക് ഗാനരൂപത്തിൽ പാടി പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനത്താൽ എൻ്റെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. 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 ഈശോയുടെ അതിദാരുണമാം പീഡാസഹനത്താൽ എൻ്റെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ.
ഈശോയുടെ അതിദാരുണമാം പീഡാസഹനത്താൽ എന്റെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. ഈശോയുടെ അതിദാരുണമാം പീഡാസഹനത്താൽ എന്റെ മേലും ലോകം മുഴുവനിലും കരുണയാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, എന്റെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. അഞ്ചാമത്തെ ദിവരഹസ്യത്തിൽ നമ്മളുടെ എളിയ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കപ്പെട്ട് ലോകം മുഴുവൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ കരുണ പ്രകടമാകാൻ ആഗ്രഹിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഏറ്റവും സ്നേഹത്തോടെ കരങ്ങൾ കോർത്ത് പിടിച്ച് വലിയ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ മേൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ച് ലോകത്തിൻ്റെ മുഴുവൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചിറക് വിരിച്ചു നിൽക്കുന്ന തള്ളപ്പക്ഷിയുടെ ചൈതന്യത്തോടുകൂടെ നിലനിൽക്കുവാൻ, അത് ലോകത്തിന് അനുഗ്രഹമാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങയുടെ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ കാരുണ്യത്തിന് മുമ്പിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഓ തിരുരക്തമേ, ഓ തിരുജലമേ, ഞാനങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ
ഓ തിരുരക്തമേ, ഓ തിരുരക്തമേ, ഓ തിരുജലമേ, ഓ തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുവിലാവിൽ നിന്നും, ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ ഓ തിരുരക്തമേ, ഓ തിരുരക്തമേ, ഓ തിരുജലമേ, ഓ തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ശരണപ്പെടുന്നു. സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളോട് ചേർത്ത് നമ്മളുടെ പ്രാർത്ഥനകളൊക്കെ സമർപ്പിക്കാം. അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളുടെ യോഗ്യതകളാൽ ലോകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരുണ പരക്കുവാൻ ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ച് സ്നേഹത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഓ ഈശോയേ, ഓ ഈശോയേ, ഈ ലോകത്തിൽ അങ്ങേ അധികമായി സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങയെ ഏറ്റവും ഗാഢമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ പ്രതി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ ചേർത്തരുളണമേ. ആമേൻ. ഓ ഈശോയേ, അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ തിരുമണിക്കൂർ ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥവും സഹായവും ഈ തിരുമണിക്കൂറിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാരാധിച്ച എല്ലാ മക്കൾക്കും അവിടെ നൽകണമേ. കർത്താവേ, പരിശുദ്ധ അമ്മയുടെ ശക്തമായ സഹായം മാധ്യസ്ഥവും അമ്മയുടെ ശക്തമായ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈ തിരുമണിക്കൂർ അവസാനിക്കുന്ന ഈ സമയം അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ ശക്തമായ സഹായവും മാധ്യസ്ഥവും ഞങ്ങൾക്ക് നൽകണമേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും. മൊഴികൾ ഇടറുമ്പോൾ എന്നുടെ സ്വരമായി തീർന്നിടും. ദുഃഖമകറ്റിടുവാൻ അമ്മേ പ്രാർത്ഥിച്ചിടണമേ. പാപമകന്നിടുവാൻ അമ്മേ യാചിച്ചിടണമേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. അമ്മയോട് ചേർന്ന് ഈശോയുടെ ഈ തിരുമണിക്കൂറിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരുണയുടെ തിരുനാളിലെ ഈ തിരുമണിക്കൂർ നമ്മളുടെ പാപങ്ങളുടെ മോചനത്തിന്, ശിക്ഷകളിൽ നിന്നുള്ള വിടുതലിന് കാരണമായി തീരട്ടെ എന്നാഗ്രഹിച്ച് ഏറ്റവും സ്നേഹത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈ തിരുമണിക്കൂറിൽ പങ്കുചേർന്ന നാം എല്ലാവരോടും നമ്മുടെ വ്യക്തി ജീവിതങ്ങളോടും ജീവിത സാഹചര്യങ്ങളോടും കുടുംബങ്ങളോടും ജീവിത നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനുമായി എല്ലാ സമയമുണ്ടാകുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദിയോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നേരവും എല്ലാ കാലവും എല്ലാ നാളിലും നാഥാസ്തുതി പാടും. എല്ലാ നേരവും എല്ലാ കാലവും എല്ലാ നാളിലും നാഥാസ്തുതി പാടും. ചേർന്നൊന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നേരവും എല്ലാ നാളിലും എല്ലാ കാലവും നാഥാസ്തുതി പാടും. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യത്തിന് എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യത്തിന് എന്നേരവും സ്തുതി ആരാധന. എല്ലാ നേരവും എല്ലാ കാലവും എല്ലാ നാളിലും നാഥാസ്തുതി പാടും. ഈശോയുടെ ദിവ്യകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ മേൽ കുരിശടയാളം വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യനാഥനായ ഈശോ അവിടുത്തെ കരുണയാൽ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.